അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇത് അൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ 1-ാം വാള്യം 303-ാമത്തെ പേജിൽ ഈ സംഭവം കാണാൻ പറ്റും. അവർ പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൻ്റെ കൂടെയായിരുന്നു ഇരുത്തം. ഇനി ഒരു അപരിചിതരായ ആളുകൾ, മുത്തുനബിയെ അറിയാത്ത ആളുകൾ വല്ലതും വന്നാൽ ചോദിക്കേണ്ടി വരും, ഇതിലാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവരോടൊപ്പമായിരുന്നു എല്ലാ സമയവും ഇങ്ങനെ ഇരിക്കാറുള്ള സ്വഹാബത്തിൻ്റെ കൂടെ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അങ്ങക്കൊരു ഇരിപ്പിടുണ്ടാക്കി തരട്ടെ, പിന്നെ അതിൻ്റെ ചോട്ടിൽ ഞങ്ങൾ ഇരുന്നാൽ പോരെ. ഞങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് കാണുമ്പോൾ പ്രയാസം തോന്നും, അല്ലെങ്കിൽ അറിയാത്ത ആളായി മാറും, മറ്റുള്ളവർക്ക് അറിയാത്ത രൂപത്തിലായി മാറും. അതുകൊണ്ട് ഞങ്ങളൊരു ചവിട്ടുപടി, ഒരു ഇരിപ്പിടം മുത്തുനബിക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് സ്വഹാബത്ത് ചോദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, ഇതൊരു നേതാവാട്ടോ, പല നേതാക്കന്മാരും വലിയ സീറ്റിലിരുന്ന് അനുയായികൾ അടിയിലായിരിക്കും ഇരിക്കാണ്ടാവുക. പക്ഷേ മുത്തുനബി അങ്ങനെയല്ലായിരുന്നു. ഇത് സ്വഹാബത്ത് പറയാണ്, ഫബനൈനാ ലഹു ദുക്കാനം മിൻ തീനിൻ. മുത്തുനബിക്ക് മണ്ണ് കൊണ്ടുള്ള ഇരിപ്പിടം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് സ്വഹാബത്ത് പറയാണ്, ഫക്കാന യജ്ലിസു അലൈഹി വനജ്ലിസു ബുജാനിബൈനി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ മുത്തുനബി ആ ഉയർന്ന സ്ഥലത്തും ഞങ്ങൾ അതിൻ്റെ അടിയിലുമായി മുത്തുനബിയോട് കൂടെ ഇരിക്കാറുണ്ട്. ഒരു നേതാവായിട്ട് പോലും എല്ലാ സൗകര്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞാൽ കിട്ടുമായിരുന്നിട്ടും പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിൻ്റെ പ്രതീതിയായി ജീവിച്ച വലിയ മഹാനാണ്. ആ നബിയെ നമ്മൾ അറിയണം, മുത്തുനബിയുടെ സ്വഭാവം നമ്മൾ പഠിക്കണം, അതുപോലെ നമ്മുടെ സ്വഭാവം ആവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.